ഉമ്മയുടെ പടമാണോ അല്ലേ? അപ്പൊ ഇത് ഞങ്ങൾക്ക് ഇല്ലാതെ പോയി പാതി പറ്റി കളിച്ചില്ല. മഴ പെയ്യുമ്പോ ഞാൻ ദൈവത്തിനെ വിളിക്കാൻ ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല. ഇതിന്റെ സത്യാവസ്ഥ എന്താ? ഇതിന്റെ സത്യാവസ്ഥ ഞാൻ ആള് അകത്ത് കിടന്നിരുന്നു. ഞാൻ കുളിക്കാൻ പോയ ആള് ഒരു സൗണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആള് അവിടെ കിടന്നിരുന്നു. ഇപ്പോഴും കിടക്കാൻ തന്നെയല്ല, മൂപ്പര് റൂമിൽ കിടക്കുക. ഞാൻ അതേമാതിരി കുളിച്ചിങ്ങോട്ട് വരുമ്പോ ഞാൻ എല്ലാരും കൂടി ഓടി വരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താന്ന് വെച്ച്, നിങ്ങളെ പിന്നെ ഞങ്ങളെ ആൾക്കാർ തന്നെ നിങ്ങളും ഞങ്ങളെ ആൾക്കാർ നിങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഞങ്ങളെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. എന്നാ ആരെങ്കിലും പറയണ്ട, നിങ്ങൾ പറയണ്ടെന്ന് ആരും പറഞ്ഞില്ല. അപ്പൊ ഞാൻ എന്നോട് ചോദിച്ച് പിന്നെ നിങ്ങൾ പറയും, നിങ്ങൾ കാര്യങ്ങൾ പറയുന്നതന്നെ. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇതാ വയ്യാത്ത ആളെയും കൈ പിടിച്ച് കാണിച്ചു കൊടുത്തു. ഉള്ള സത്യം തന്നെയാണ്, ആളെ വിളിച്ച് സത്യം കാണിച്ചു കൊടുത്തു. പിന്നെ എന്റെ വീട് കണ്ടപ്പോ അവര് പറഞ്ഞു ഇതിലെങ്ങനെ നിങ്ങൾ താമസിക്കുന്ന എല്ലാരും വീട് ഇവിടെ നല്ലതുണ്ടല്ലോ, നിങ്ങൾ വീട് ഇത്ര കുഴപ്പത്തിലാണോ ഈ കാറ്റൊക്കെ വീട്ടിൽ നിങ്ങൾ താമസിക്കുന്നത്? ഞാൻ എവിടെയും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ താമസിച്ചിരുന്നു. അപ്പൊ അവര് എന്നോട് പറഞ്ഞപ്പോ നോക്കുമ്പോണ്ട് ഞാൻ നോക്കുമ്പോണ്ട് അതല്ലമ്മ ഈ ഫ്ലാറ്റ് ഈ വടക്കാഞ്ചേരി ചെറപ്പറമ്പില് ഫ്ലാറ്റ് തരാം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും രേഖാമൂലം എഴുതി തന്നിട്ടുണ്ടോ? ഒന്നുമില്ല. ഇല്ല. എന്തെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിപ്പ് നിങ്ങൾക്ക് ഈ ചെറപ്പറമ്പിൽ ഫ്ലാറ്റ് തരാമെന്ന് തന്നിട്ടുണ്ടോ? ആരോടാ ചോദിച്ചു? അല്ല ഉമ്മോട് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലല്ലോ. ഉമ്മ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? പൊളിഞ്ഞ വീട്ടിലാണ് താമസിക്കുന്നത്. അത് നമ്മളിപ്പോ പിന്നെ കേസ് കൊടുത്തില്ലേ നമ്മള്? ആ കേസിൽ എന്താ നമുക്ക് പറഞ്ഞിട്ടുള്ളത്? കേസിലിപ്പോ അവര് പറഞ്ഞത് കേസ് അല്ല അവിടെ നോക്കിയാൽ മതി. 140 പേർക്ക് വീട് അനുവദിച്ചു. അതിന് ആളുകൾ തെരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. നമുക്ക് അവിടുത്തെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെയാണ് താമസിക്കേണ്ടത്? നിങ്ങൾക്ക് ഇവിടെയാണ് താമസിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മളിപ്പോ ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുത്തിട്ടില്ലേ? കേസ് കൊടുത്തിട്ടുണ്ടല്ലോ. അതിൽ സ്റ്റേ നമുക്ക് കിട്ടിയിട്ടില്ലേ? എന്ത് സ്റ്റേ കിട്ടിയിട്ടുള്ളത്? അത് കഴിഞ്ഞിട്ട് ഹൈക്കോടതി രണ്ടാമത് പറഞ്ഞ് നമ്മള് എന്റെ ഓഫീസിൽ നിങ്ങൾ വന്നില്ലേ? ആ വന്നപ്പോ എന്തിനാ വന്നത്? അതല്ല, വില്ലേജ് ഓഫീസിലേക്ക് പോയില്ലേ നമ്മള്? വില്ലേജ് ഓഫീസർ എന്താ പറഞ്ഞേ? ഇതിന്റെ സ്കച്ചും കാര്യങ്ങളും വരച്ച് രണ്ടാമത് നിങ്ങൾക്ക് പട്ടയം തരാനുള്ള നടപടിയായിട്ട് പോവാന്നല്ലേ പറഞ്ഞേ? നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള പട്ടയം സർക്കാർ അനുവദിച്ചു തരാനുള്ള നടപടി സ്വീകരിക്കാനുള്ള ഹൈക്കോടതി പറഞ്ഞേ. ഇവിടെ എത്ര പേർക്ക് അങ്ങനത്തെ ഉണ്ട്? 5 പേർക്കും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്. അല്ല, എന്റെ ചോദ്യം ഇത്രയുള്ളൂ. നിങ്ങൾക്ക് മുനിസിപ്പാലിറ്റിന്നോ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്നോ ആരെങ്കിലും നിങ്ങൾക്ക് ഈ ചരൽപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഫ്ലാറ്റ് പണിത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പല സ്ഥലത്തും പോയിട്ട് ഞങ്ങൾ അപേക്ഷ പറഞ്ഞു, ഞങ്ങൾ കരഞ്ഞു പറഞ്ഞു സഹായിച്ചു തരാം, നിങ്ങൾക്ക് ഒരു അനുകൂലം തരാൻ ആരും പറഞ്ഞില്ല. അവര് ഞങ്ങളെ പുച്ഛിക്കുകയും സത്യമായിട്ട് നിങ്ങൾ ഇത് പോയിട്ട് മന്ത്രിയെ പോയി കണ്ടിരുന്നോ? ഏത് മന്ത്രിയെ കണ്ടേ? AC മതി. നിങ്ങളോട് എന്താ പറഞ്ഞേ? കർണാടക പഠിച്ചിട്ട് എന്നല്ല അവർ പറയട്ടെ. നിങ്ങൾ എന്തിനാണ് സംസാരിക്കാൻ നിൽക്കണേ? ഒരു മിനിറ്റ്. അവര് പറയുന്ന കാര്യങ്ങൾ അവര് പറഞ്ഞാൽ മതി. ആരുടെ ഉപദേശം ഇതിനകത്ത് വേണ്ട. ഒരു ഉപദേശം കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ പുറമ്പോക്ക് താമസിക്കുന്നത്. മനസ്സിലായി? നിങ്ങളൊന്ന് മാറുന്നേ. അല്ല, അപ്പൊ നിങ്ങൾ AC മോദിനെ പോയി കണ്ടു. കണ്ടപ്പോ എന്താ പറഞ്ഞ പുള്ളി? അതിനുശേഷം വല്ല മറുപടി നിങ്ങൾക്ക് കിട്ടിയോ? കടലാസ് മേടിച്ചിട്ട് വെച്ചിട്ട് ഫോൺ ചെയ്തു പാർട്ടിക്കാർക്ക്. ഫോൺ ചെയ്തിട്ട് ചിരിക്കുന്നുണ്ട്. അവര് പറയുന്നതിന് മറുപടിക്ക് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളോട് പാർട്ടി ഓഫീസിൽ പോവുകയെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അവിടെ ഞാൻ വിളിച്ചു പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് പോയിട്ടോളാം. അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയപ്പോ അവിടെ ഒരു പാർട്ടിക്കാരുണ്ടാവുന്നുണ്ട്. അവര് വന്നിട്ട് നിങ്ങൾ എന്താ ഏതാണെന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ പല സ്ഥലത്തൊക്കെ ഞങ്ങളിങ്ങനെ പോകുന്നു. ഞങ്ങൾ കുറെ കൊല്ലമായി ഇതിനൊന്നും നടക്കണം. ഞങ്ങൾക്ക് ഇവിടുന്ന് ആരും ഒരു അനുകൂലം തരുന്നില്ല. ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത് ചോദിച്ചപ്പോ അവരുടെ പാർട്ടിക്കാര് പറഞ്ഞത് പിന്നെ അതെ ഇവര് ഈ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവര് പാർട്ടിക്കാർ എന്ന് പറഞ്ഞു ഇവര് പാവട്ട പോക്കുമ്പോ അങ്ങോട്ട്
പുല്ലാടി പോകുമ്പോൾ ഇവിടുന്നുള്ളവരാണ്. അതുകൊണ്ടൊക്കെ ചിരിച്ചു. എന്തിനാ കൂട്ടിയേ പറ്റും? എന്തിനാ കൂട്ടിയേ പറ്റും? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്നവരല്ലേ? ഞങ്ങൾ എങ്ങോട്ടും ചേർന്നില്ല. ഞങ്ങൾ ഒരു പാർട്ടിയിൽ നിന്നിട്ട് ഒരു പാർട്ടിക്ക് പ്രവർത്തിച്ചിട്ട് നിൽക്കുന്നവരാണ്. അവര് തന്നെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണം. ഇപ്പൊ ഈ പടം ഉണ്ടല്ലോ, ഈ പടം ഇത് കേരളം മുഴുവൻ കൊണ്ട് ഇങ്ങനെ ഈ ഫ്ലാറ്റ് നിങ്ങൾക്ക് തന്നു എന്നുള്ളത് നമ്മുടെ ഈ കേടിയും നിങ്ങളുടെയൊക്കെ ഈ ഇത് വെച്ച് രാജ്യം മുഴുവൻ പ്രചരിപ്പിക്കാൻ മനസ്സിലായ. അപ്പൊ അതിന്റെ സത്യാവസ്ഥ നമ്മളെ ആളുകളോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ഇത് ലോകത്ത് മുഴുവൻ നമുക്ക് വീടില്ലാത്തവരാണെന്നും നമ്മളെ സംരക്ഷിക്കാൻ ആരില്ല എന്ന് പറഞ്ഞത് നമ്മുടെ പേരിൽ ഒരു മാർക്കറ്റ് ചെയ്യാണ് ഭീകരമായ രീതിയിൽ. അപ്പൊ അതിന്റെ സത്യാവസ്ഥയാണ് നമുക്ക് അറിയേണ്ടത്, പറയേണ്ടത്. അപ്പൊ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വന്നത് ആരാ? പാർട്ടിക്കാരല്ലോ. ഇത് PRDD ആണ്, ജില്ലാ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് വന്നിട്ടുള്ളത്. അവരെന്താ നിങ്ങളോട് ചോദിച്ചേ? ഞങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വീട് വേണ്ടേ? വേണം, വീട് വേണം. നിങ്ങൾക്ക് ചരപ്പറമ്പില് വീട് തരാൻ നിങ്ങൾക്ക് ചരപ്പറമ്പില് വീട് തരാൻ നിങ്ങൾക്ക് മുടക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും MLA ആണ് അനിലക്കര. ഈ അനിലക്കര എന്ന് പറഞ്ഞ ആള് ഞങ്ങൾക്ക് വീട് തരേണ്ട ഉപദ്രവിക്കില്ല. ഈ അനിലക്കര എന്ന് പറഞ്ഞ ആളാണ് ഞങ്ങൾക്ക് ഈ പൊളിച്ചു പോകണമെന്ന് ഓർഡർ മേടിച്ചത്. പൊളിച്ചു പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ട് സഹായം നേടിയ ആളാണ് ഈ അനിലക്കര. അനിലക്കര ഒരിക്കലും ചെയ്യാന്ന് പറഞ്ഞു. അല്ല, ഇപ്പോഴത്തെ വിഷയതാണല്ലോ, നമുക്ക് ചരൽപ്പറമ്പില് ഈ ഫ്ലാറ്റ് തരാമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു കടലാസ് കിട്ടിയിട്ടുണ്ടോ? തന്നിട്ടില്ല. അല്ല, അത് കൃത്യമായി നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ എഴുതിയിട്ടില്ല, നിങ്ങളുടെ ഇല്ലാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഈ പാർട്ടിക്കാര്, ഇതിന്റെ പാർട്ടിക്കാര്, ഏസിമെന്റ് പാർട്ടിക്കാരെ പറഞ്ഞു. നിങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതെ, ഇപ്പൊ നമുക്കിപ്പോ ചെയ്യാൻ പറ്റില്ല. ഇത് കഴിഞ്ഞോട്ടെ, നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് നമുക്ക് ഇവിടെ താമസിക്കാന്നുള്ളതാണ്. അപ്പൊ ഞാനൊരു ഉറപ്പ് പറയും, ഞാൻ MP, ഞങ്ങള് കൃത്യമായി MP ആണ് ഞാൻ, പിന്നെ MLA ആണ്. ഷാനവാസ് കൊണ്ട് പറഞ്ഞു, ഞങ്ങള് 3 കൗൺസിലർമാരാണ്. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾ ഇവിടെ ഇറങ്ങേണ്ടി വരില്ല. മനസ്സിലായി? ധൈര്യമായിട്ട് ഇരുന്നമ്മ. ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നിങ്ങൾ ഇവിടെ ഇറങ്ങേണ്ടി വരില്ല. 9 മാസം കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഷ്ട്രീയമായ മാറ്റം ഉണ്ടായ അന്ന് എത്രയും പെട്ടെന്ന് ഏറ്റവും ആദ്യത്തെ ഉത്തരവ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പട്ടയം തരിക എന്നുള്ളതാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും പിന്നെ സംഭവിക്കാതെ വന്നാൽ, എന്നുവെച്ചാൽ ഗവൺമെന്റുകളാണല്ലോ, നമുക്ക് ഉറപ്പുണ്ട്, പക്ഷെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത്. ആ കേസ് വിജയിക്കുന്നത് വരെ അതുമായി പോവും. അതല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ 3 പേർക്കും 3 സെന്റ് വീതം ഭൂമിയും അവിടെ വീട് കിട്ടാനുള്ള നടപടിയും നമ്മൾ ഉറപ്പാക്കും. അത് ഉറപ്പാക്കിയിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. അത് നിങ്ങൾ ധൈര്യമായി എല്ലാവരോടും പറഞ്ഞ് ഞങ്ങളുടെ 3 പേരെയും ഉറപ്പാണ്. ഇതാ